ജീവിതം സാക്ഷി ജീവിതം സാക്ഷി. കൈരളിയുടെ എല്ലാ പ്രേക്ഷകർക്കും ജീവിതം സാക്ഷിയിലേക്ക് സ്വാഗതം. ബഹുമാനപ്പെട്ട ജഡ്ജിംഗ് പാനലിന് എൻ്റെ നമസ്കാരം. നമ്മൾ എന്നും പത്രങ്ങളിലും എല്ലാ മാധ്യമങ്ങളിലും പല പല വാർത്തകളും കേൾക്കുന്നുണ്ട്. പലതരത്തിൽ വഞ്ചിക്കപ്പെടുന്നവർ, പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ ചെട്ടിസ്ഥാപനം നടത്തി പറ്റിച്ചിട്ട് പോകുന്നവർ, അതുപോലെ എത്രയോ കാര്യങ്ങൾ. പലിശയ്ക്ക് പൈസ തരാം, ചെറിയൊരു പലിശയ്ക്ക് പൈസ കടം കൊടുത്തിട്ടുണ്ടാവും. പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോൾ അടുത്ത സമയത്ത് നമുക്കറിയാം നിയമങ്ങളൊക്കെ വന്നു, അങ്ങനെ കടം വാങ്ങിച്ചവരെ പോയി ഭീഷണിപ്പെടുത്തി കൂടാന്നൊക്കെ പറഞ്ഞ്. അതിൽ നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ് അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നെങ്കിൽ പോലും അതിനകത്ത് ഉള്ള വസ്തു വിറ്റ് പരിചയത്തിൻ്റെ പേരിലോ സ്നേഹത്തിൻ്റെ പേരിലോ കടം കൊടുത്തിട്ടോ തിരിച്ചു കിട്ടാതെ വളരെ വളരെ ദുഃഖത്തിലായിപ്പോൾ എത്രയോ പേര് ആ കൂട്ടത്തിലുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ പരാതിക്കാരിയായിട്ട് എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം സ്വദേശിനിയായിട്ടുള്ള രേഖയാണ്. അവർക്ക് ആകപ്പാടെ ഉണ്ടായിരുന്ന കുറച്ച് ഭൂമി അത് വിറ്റ് മറ്റൊരു വസ്തു വാങ്ങിക്കാൻ തയ്യാറാവുന്ന സമയത്ത് അതിനിടയ്ക്ക് നിന്നൊരു ബ്രോക്കർ വഴി അവരൊരു കൂട്ടരെ പരിചയപ്പെടുകയും അങ്ങനെ അഡ്വാൻസായിട്ട് കുറേ പൈസ കൊടുത്ത് ആ വസ്തു വാങ്ങാൻ തീരുമാനിക്കുകയും ചെയ്തു. പക്ഷെ അതിൻ്റെ പേരിൽ പിന്നീടുണ്ടായ പല പല സംഗതികളും പണം തിരികെ കിട്ടാതെ വരികയും വസ്തു കിട്ടാതെ വരികയും ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ അവർക്കൊന്നുമില്ല. 2 പെൺമക്കളുണ്ട് അവർക്ക്. വസ്തുവില്ല, പണവുമില്ല, ചതിക്കപ്പെട്ടു. അവരുടെ ഓപ്പോസിറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നവർ നല്ല രീതിയിൽ പ്രതികരിക്കാൻ പോലും തയ്യാറാകാത്ത ആൾക്കാർ. അത്തരം ഒരു അവസ്ഥയിലാണ് അവർ കൈരളിയെ സമീപിക്കുന്നത്. അപ്പോൾ ഈ പരിപാടിയിൽ കുടുംബ ബന്ധങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ എന്നൊരു ധാരണ അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഇത്തരം പ്രശ്നങ്ങളും ഇവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിനും പ്രാപ്തരായിട്ടുള്ള ജഡ്ജസാണ് പാനലിലുള്ളതെന്ന് അവർക്ക് ബോധ്യം വരികയും അങ്ങനെ ഇന്ന് അവരിവിടെ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ രേഖ താമസിക്കുന്നത് ഗുജറാത്തിൽ. അവിടെ കല്യാണം കഴിഞ്ഞ് അങ്ങോട്ട് പോയതാണോ? അല്ല, എയർഫോഴ്സിലാണ് ഹസ്ബൻഡിന് ജോലി. ഓഹോ. അപ്പൊ ചെങ്ങമൂത്തായിരുന്നപ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചത്. പിന്നെ ഗുജറാത്തിലോട്ട് ട്രാൻസ്ഫർ ആയിട്ട് 7 മാസമായി. 7 മാസമേ ആയുള്ളൂ. അതിന് മുമ്പ് ഇവിടെ ശംഖുമുഖത്തായിരുന്നു ജോലി. ശംഖുമുഖത്തായിരുന്നു ജോലിയും താമസവും ഒക്കെ അവിടെ തന്നെ ആയിരുന്നു. അല്ല, അപ്പൊ ഞങ്ങൾ കുടപ്പനക്കുഞ്ഞ് താമസിക്കായിരുന്നു വാടകയ്ക്ക്. ഇത് ഏത് വസ്തു? ആരുടെ പേരിലുള്ള ഏത് വസ്തുവായി? സബീന ബിബിയുടെ പേരിലുള്ള. സബീന ബിബിയുടെ പേരിലാണ് ഈ വസ്തു നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചത്. അത് ഇപ്പൊ എത്ര നാളായി? ഇപ്പൊ എല്ലാം കൂടെ 5 വർഷത്തിൽ കൂടുതലായി. 5 വർഷത്തിൽ കൂടുതലായി. അത് ആര് വഴിയായിരുന്നു ഈ വസ്തു? വേണു എന്ന് പറയണ ഹസ്ബൻഡിന്റെ ചേട്ടനും കൂടെയാണ്. അദ്ദേഹം ബ്രോക്കറാണ്. അങ്ങനെ അദ്ദേഹം ബ്രോക്കറാണ്. അദ്ദേഹം ഈ വസ്തു വാങ്ങിച്ചത് രേഖയുടെ പേരിലുള്ള ഈ കുറച്ച് ഭൂസ്വത്ത് വിറ്റിട്ടാണല്ലോ പൈസ. എന്റെ വീട്, എന്റെ പേരല്ല, എന്റെ ഹസ്ബൻഡിന്റെ പേര് തന്നെ. എന്റെ വീടിന്റെ അടുത്ത് ഞങ്ങൾ വാങ്ങി വീടും വെച്ച്. പക്ഷെ അത് പ്രത്യേക സാഹചര്യത്തിൽ വിൽക്കേണ്ടി വന്നു. വിറ്റിട്ട് ചേട്ടന്റെ വീടിന്റെ അടുത്ത്, ചേട്ടന്റെ വീട് പേരുക്കടയാണ്. അവിടെ കുടപ്പനക്കുന്നിലെ ഒരു വീട്ടില് സജി ഭവനിൽ വാടകയ്ക്ക് താമസിച്ചുകൊണ്ട് വേറൊരു വസ്തു നോക്കാൻ വേണ്ടിയാണ് വേണുവണ്ണനോട് പറഞ്ഞത്. അപ്പോഴേ ഈ സബീനെ ഞങ്ങളെ പരിചയപ്പെടുത്തി. അവർക്ക് ഒരുപാട് വസ്തു ഉണ്ടെന്നും അവർ റിയൽ എസ്റ്റേറ്റിന്റെ എന്തൊക്കെയോ വിൽക്കുകയൊക്കെ ചെയ്യണവരാണെന്നൊക്കെയാണ് അന്ന് പറഞ്ഞത്. അപ്പം ഞങ്ങൾക്ക് അപ്പൊ 5 സെന്റൊക്കെ ഞങ്ങളെ കൊണ്ട് പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ വസ്തു അവരുടെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങിയത്. അപ്പൊ ഞങ്ങൾക്ക് വട്ടിയൂർക്കാവ് കൊടുങ്ങാനൂരുള്ള ഭാരതീയ വിദ്യാഭവന്റെ അടുത്തായിട്ടായിരുന്നു ഈ വസ്തു. ഞങ്ങൾ പോയി കണ്ട് നല്ല വസ്തുവായിട്ടിരുന്ന് ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായി വാങ്ങാന്ന് അത് തീരുമാനിച്ച്. വസ്തു മാത്രമേ ഉള്ളൂ, പിന്നീട് വീട് വയ്ക്കാമെന്ന് വിചാരിച്ച്. എന്നിട്ട് അപ്പോഴിവര് അപ്പൊ വാങ്ങാൻ തീരുമാനിച്ച സമയത്ത് ഇവര് കുറച്ച് കാശ് അത്യാവശ്യമുണ്ട്, അത് അഡ്വാൻസിലൊന്നും കൂട്ടണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം 1 ലക്ഷം വാങ്ങി. പിന്നെയും വന്നു 1 ലക്ഷം, അങ്ങനെ പിന്നെ 80, പിന്നെ അങ്ങനെ ഒരു 3,05,000 സെന്റ്. പ്രമാണം ഉണ്ടായിരുന്നില്ല. അവര് കോപ്പറേറ്റീവ് ബാങ്കിൽ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെച്ച് എന്റെ കോപ്പി തന്നിരുന്നു ഞങ്ങക്ക്. അത് വെച്ചിട്ട് പിന്നെ ഞങ്ങൾ ഇൻകം ടാക്സ് എടുത്തപ്പോ അവരുടെ പേര് തന്നെയാണ് ആ വസ്തു അന്ന്. അപ്പൊ അവര് അഡ്വാൻസിലൊന്നും പെടുത്തണ്ടെന്നും പറഞ്ഞ് ചോദിച്ചപ്പോ ഇത് ഈ പൈസ കൊടുത്തതിനും വേറെന്തെങ്കിലും രേഖകളും? ആ രേഖകളൊക്കെ അപ്പൊ തന്നിട്ടുണ്ടായിരുന്നു. എന്ത് രേഖ? പത്രത്തിൽ തന്നിട്ടുണ്ടായിരുന്നു. 1 ലക്ഷം ചെക്കും തരും. 1 ലക്ഷം രൂപ കൈപ്പറ്റിയത്. അപ്പൊ ചെക്കും തരുമായിരുന്നു. അപ്പൊ കുറച്ച് പലിശയും തരുവേ. അവർ പറഞ്ഞു ഇതില് അഡ്വാൻസിൽ വസ്തുവിന്റെ ഇതിൽ പെടുത്തണ്ട, ഈ കാശിന് ഞങ്ങൾ കുറച്ച് ഇത് പലിശയൊക്കെ തരാന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചൊക്കെ തന്നിട്ടുമുണ്ട്. എഴുതി തരാമെന്നാ പറഞ്ഞത്. അപ്പോൾ അവര് ഒരു 6 മാസമൊക്കെ അപ്പൊ സമയം പറയും. എന്തിനാ 6 മാസം സമയം പറഞ്ഞത്? അവർക്ക് ബാങ്കിൽ നിന്ന് എടുക്കണം പണം. അത് ബാങ്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ അങ്ങോട്ട് പണം കൊടുക്കത്തില്ലയോ? ഞങ്ങൾ അങ്ങനെയാണ് 10 ലക്ഷം. പിന്നെ ഞങ്ങൾ 10 ലക്ഷം കൊടുത്തത് അങ്ങനെയാണ്. ആദ്യത്തെ പൈസകളും പിന്നെ ബാക്കിയും കൂടി കൊടുത്തിട്ട് 10 ലക്ഷം. ഉടനെ തന്നെ ബാങ്കിൽ നിന്ന് പ്രമാണം എടുക്കാവല്ലോ.
എടുക്കാം. പക്ഷെ പിന്നെന്തിനാ ഈ 6 മാസം ടൈം പറഞ്ഞത്? അപ്പൊ അവര് പറഞ്ഞു അവർക്ക് വേറെ മോൻ എന്തോ പ്രശ്നമായിട്ടൊരു ആവശ്യമുണ്ട്, അതുകൊണ്ട് ഒരു 6 മാസം ക്ഷമിക്കണം. അപ്പോഴേക്കും ഞങ്ങളെ പ്രശ്നം കഴിഞ്ഞിട്ട് ഏതോ വസ്തു വിൽക്കുമ്പോ നിങ്ങൾക്ക് പ്രമാണം ചെയ്തു തരാം. അപ്പൊ ഈ വസ്തുവിന് തന്നെ 2.5 ലക്ഷം വെച്ച്, അപ്പൊ ഞങ്ങൾ ഈ ഹെൽപ്പ് ചെയ്യണോണ്ട് അത് 3.5 ലക്ഷമാണ് യഥാർത്ഥ അന്നത്തെ വിലയെന്ന് അവർ ഞങ്ങൾക്ക് 2.5 ലക്ഷത്തിന് തരാം. അപ്പൊ തരുമ്പോ ഞങ്ങൾക്ക് 12 ലക്ഷം ആവും. അപ്പൊ ഞങ്ങൾക്ക് 12 ലക്ഷം ഉണ്ടായിരുന്നില്ല. അപ്പൊ അവര് പറഞ്ഞ് ബാക്കി കാശ് നിങ്ങൾക്ക് പ്രമാണം ചെയ്ത് തരുമ്പോ നിങ്ങൾ ലോൺ വെച്ച് ഞങ്ങൾക്ക് തന്നാൽ മതി. അങ്ങനെ തന്നെ പത്രത്തിലും എഴുതിയിട്ടുണ്ടായിരുന്നു. ആ പത്രം കൊണ്ടുവന്നോ? ഇല്ല, പത്രം എന്നിട്ട് പത്രം ഞങ്ങളെ കയ്യിലുണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞ് 6 മാസം, അപ്പം എന്നിട്ട് പറഞ്ഞ 6 മാസത്തിന്റെ അകത്ത് പ്രമാണം ചെയ്യാന്ന് എഴുതിയെങ്കിൽ 2 മാസത്തിനുള്ളിൽ ചെയ്തു തരാന്നാ പറഞ്ഞ. അത് കഴിഞ്ഞൊരു 6 മാസം, എന്നിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഈ ചെയ്യാത്തോണ്ട് സംസാരിച്ചുകൊണ്ടിരുന്ന് 6 മാസം കഴിഞ്ഞപ്പോൾ പറഞ്ഞ പൈസ റെഡിയായില്ല, 3 മാസം കൂടെ നിൽക്കണം. എന്നിട്ട് ആ പത്രത്തിന്റെ ബാക്കിൽ മോനും അമ്മയും ഈ ഇടനിലക്കാരനും എഴുതി ഒപ്പിട്ട് തന്നു. അങ്ങനെ 2 പ്രാവശ്യം മാറ്റി 3 മാസം വീതം. 3ാമത്തെ പ്രാവശ്യം വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചൂടായിട്ട് പറഞ്ഞ് സമ്മതിക്കാൻ പറ്റില്ല, നിങ്ങൾ ഞങ്ങളെ പറ്റിക്കാണ്, നിങ്ങളുടെ വസ്തു ഒന്നും വേണ്ട, ഞങ്ങളെ കാശ് തന്നാൽ മതി എന്ന് പറഞ്ഞ് ബഹളം വെച്ചപ്പോൾ ശരി എന്നാൽ അപ്പോഴേക്ക് തന്നെ 1.5-2 വർഷത്തിനടുപ്പിച്ചായി. അപ്പോൾ എന്നാൽ ഇതുവരെയുള്ള പലിശ തരാമെന്നും പറഞ്ഞ് 13 ലക്ഷത്തിന് ഒരു ചെക്ക് ഞങ്ങൾക്ക് തന്നിട്ട് പത്രം അവരെടുത്തിട്ട് പോയി. അപ്പം ഞങ്ങൾ തിരിച്ചു വെച്ചപ്പോൾ നിങ്ങൾക്ക് ചെക്ക് തന്നില്ലേ, ഇനി നിങ്ങൾ കൊണ്ട് ബാങ്കിലിട്ട് എടുത്താൽ മതിയല്ലോ എന്നാ പറഞ്ഞു. എന്നിട്ട് അപ്പോഴേക്കും പത്രങ്ങൾ വേറെയൊക്കെ വാങ്ങിക്കൊണ്ട് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതും കൊണ്ട് ഞങ്ങൾ കുറേ നാളിങ്ങനെ അങ്ങനെ അവധിയായി. ഒരു ദിവസം ഞാൻ ഹസ്ബൻഡും കൂടി അവരുടെ വീട്ടിൽ പോയി ഇത്തിരി വർത്താനം അങ്ങോട്ട് വഴക്കായപ്പോൾ ഇവർ നെടുമങ്ങാട് SI വിളിച്ചിട്ട് ഞങ്ങളെ SI സാർ വിളിച്ചത് നെടുമങ്ങാട്ടോട്ട്. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ അപ്പോഴും ഇവരും ഞങ്ങളും കൂടി പോയി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തർക്കമായിട്ട് അവസാനം സാറ് പറഞ്ഞ് 2013 ജനുവരി 1 അന്ന് നിങ്ങളെ കാശ് 10 ലക്ഷം രൂപയും തന്ന് തീർത്തുകൊള്ളാന്ന് അവരും അവിടെ എഴുതി വെച്ച് ഞങ്ങൾ ഒപ്പിട്ട് 2013 ജനുവരി 1 2013 ജനുവരി 1 പോകുമ്പോൾ അവർ പറഞ്ഞ് എന്തോ കാരണം കൊണ്ട് പിന്നെ എത്രയോ ദിവസം മരണം അങ്ങനെ പിന്നെയും അവിടെ ഒരു 6 മാസം ഇതുപോലെ പല പ്രാവശ്യം കയറി ഇറങ്ങി എടുത്തിട്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ കമ്മീഷൻ ഓഫീസിൽ കേസ് കൊടുത്തു. അപ്പോൾ അവിടെ പോലീസും ഓരോ അവധി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കമ്മീഷൻ ഓഫീസിൽ കേസ് കൊടുത്തു. കമ്മീഷൻ ഓഫീസിൽ കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെയും ഇതുപോലെ അവിടെ തന്നെ കേസ് കൊടുത്തിട്ട് ഇപ്പോൾ 2 വർഷമാവും. അന്നവര് ഞങ്ങൾക്ക് 12.5 ലക്ഷത്തിന് തരാന്ന് പറഞ്ഞു. ചെക്ക് അവര് എന്നിട്ട് പിന്നെ ഈ കമ്മീഷൻ ഓഫീസിൽ കേസ് കയറി ഇറങ്ങി അപ്പോൾ ഞങ്ങൾക്ക് ഗുജറാത്തിൽ പോസ്റ്റിങ്ങും ആയപ്പോൾ അതിൻ്റെ ഇടയിൽ ബൈജു സാർ എന്ന് പറഞ്ഞ സാറാണ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്, അസിസ്റ്റന്റ് കമ്മീഷണർ. അദ്ദേഹം അമേരിക്കയിൽ പോയതുകൊണ്ട് ഷാഡോ പോലീസായ സുല്ലാൽ സാറാണ് പിന്നെ ഞങ്ങളെ ഫോൺ വിളിച്ചിട്ട് ഗുജറാത്തിൽ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ വന്നപ്പം പറഞ്ഞു നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളെ കാശ് തരും, നിങ്ങൾ പൊയ്ക്കോ, ഇവിടെ കേസ് നടക്കും. അങ്ങനെ ഞങ്ങൾ ഗുജറാത്തിൽ പോയി 1 മാസം കഴിഞ്ഞപ്പോൾ സുനിലാൽ സാർ വിളിച്ചിട്ട് പറഞ്ഞ് അവർ കാശ് റെഡിയാക്കി വെച്ചിട്ട് നിങ്ങൾ വന്നോളാം. ഞങ്ങളങ്ങനെ സെപ്റ്റംബർ 11-ാം തീയതി അവിടെ നിന്ന് ഇവിടെ വന്നു. 14-ാം തീയതി കന്റോൺമെന്റ് ചെന്നപ്പോൾ അപ്പോൾ ഈ പയ്യനെ ഞങ്ങൾക്ക് അറിയില്ല. ഈ ഫറസ്ന്ന് ഒരിക്കൽ ഫോൺ ചെയ്ത് ഞങ്ങളുടെ അവധിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗൾഫിൽ നിന്ന്, അല്ലാതെ നേരിട്ട് കണ്ടിട്ടില്ല. ഇളയ മോനും അമ്മയുമാണ് എല്ലാത്തിനും വരണമായിരുന്നു. ഇത് മൂത്ത മോൻ. അപ്പം ഞങ്ങൾ കന്റോൺമെന്റ് 13 ലക്ഷത്തിലേക്ക് അമ്മയാണ് തന്നത്. അമ്മ തന്നെ എഴുതി ഒപ്പിട്ട് തന്നത്. അത് കഴിഞ്ഞ് കന്റോൺമെന്റ് പിന്നീട് സെപ്റ്റംബർ 14-ാം തീയതി ചെന്നപ്പോൾ ഈ ഫറസാണ് വന്നത്, മൂത്ത മോനാണെന്ന് പറഞ്ഞ്. അപ്പം അവൻ പറഞ്ഞ് വസ്തു ഒന്നും അങ്ങനെ അമ്മയ്ക്ക് അങ്ങനെ പേരിൽ വസ്തുവേ ഇല്ല, നിങ്ങൾ കള്ളാൻ പറഞ്ഞാണെന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ അസിസ്റ്റന്റ് കമ്മീഷണറേയും സുല്ലാ സാറിൻ്റെയും ഞങ്ങളും ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് തർക്കങ്ങളൊക്കെ നടത്തി അവസാനം അവൻ 4 ലക്ഷമേ വാങ്ങിയിട്ടുള്ളൂ, 1 ലക്ഷം കൂടെ നിങ്ങൾക്ക് തരാമെന്നൊക്കെ പറഞ്ഞു പോയി. അപ്പോൾ പോലീസ് പറഞ്ഞ് നിങ്ങൾ എത്ര നാളുകൊണ്ട് നടക്കണം, നിങ്ങൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, 5 ലക്ഷം തരുമെങ്കിൽ നിങ്ങൾ വാങ്ങിയിട്ട് പൊക്കി ഗുജറാത്തിലല്ലേ എന്ന്. അപ്പം ഞങ്ങളും വിചാരിച്ച് ഇനി ഇത്രയും കാലം നടന്നില്ലേ 5 വാങ്ങാന്ന് പറഞ്ഞ് 5 സമ്മതിച്ചിട്ട് അതുമില്ല. അപ്പൊ അവര് പറഞ്ഞ് 2 ലക്ഷം. എന്നിട്ട് അത് സമ്മതിക്കാതെ ഞങ്ങൾ പിന്നെ 10 ലക്ഷം കൊടുത്ത 5 ലക്ഷത്തിന് സമ്മതിച്ച എന്തിനാ? അത് ഇങ്ങനെയൊക്കെ അവര് ഞങ്ങളെ പത്രവും ഇല്ല തെളിവിനായിട്ട് കാണിക്കാൻ വേണ്ടിട്ട്. ചെക്ക് ഉണ്ടായിരുന്നു, ഒറിജിനൽ ചെക്ക് തന്നെ ഉണ്ടായിരുന്നു. പത്രം തിരിച്ചു കൊടുത്തപ്പോ ഒരു കോപ്പിയെങ്കിലും നിങ്ങളുടെ കയ്യിൽ എടുത്ത് വെച്ചില്ല. ഈ ചെക്ക് നിങ്ങൾ എന്തുകൊണ്ട് കോടതി കൊടുത്ത ഒരു 138 മാറ്റർ ആയിട്ട് കേസ് കൊടുത്തില്ല? അങ്ങനെ ഒരു കേസ് ഈ അവര് ആ മോൻ വന്നിട്ട് പറഞ്ഞില്ലേ ഞങ്ങളുടെ അമ്മയുടെ പേര് വസ്തു ഒന്നും വരുന്നത്, അമ്മയാണല്ലോ ചെക്ക് ഒപ്പിട്ട് തന്നു അല്ലേ? അപ്പൊ ഈ ചെക്ക് കൊണ്ട് നിങ്ങൾക്ക് അന്ന് ചെയ്യാവുന്ന കാര്യങ്ങളായിരുന്നു. ഒരു ക്രിമിനൽ കേസ് മജിസ്ട്രേറ്റ് കോടതിയിൽ 138 പ്രകാരം ഈ ചെക്ക് ഇട്ടിട്ട് ഒരു കേസ് കൊടുക്കാമായിരുന്നു. കൂടാതെ മുൻസിഫ് കോടതിയിൽ ആ വീടിന്റെ ആധാരത്തെക്കുറിച്ച് അവിടെ വില്ലേജ് ഓഫീസിൽ പോയാൽ അവരിപ്പോൾ താമസിക്കുന്ന വീടുണ്ട്, സ്ഥലം
അവരെവിടെ താമസിക്കുന്ന പേരിലല്ല അമ്മ ഞങ്ങൾ ആരുടെ പേരിലാണ് കിടക്കുന്നത്? അത് ആരുടെയോ ഒന്നും പേരിൽ അറിയില്ല. അങ്ങനൊരു അമ്മയുടെ പേരിൽ ഒരു വസ്തുവില്ല, നിങ്ങൾ തിരക്കിയോ? ഞങ്ങൾ ആ താമസിക്കുന്ന സ്ഥലത്തില് അവിടുത്തെ വില്ലേജ് ഓഫീസിൽ പോയി തിരക്കി. വില്ലേജ് ഓഫീസറേയും കൊണ്ട് ഞാൻ ആ വീട്ടിൽ ചെന്ന് കാണിച്ചു. അപ്പൊ അവരുടെ പേരേ ഇല്ല. ഒരു പേര് അല്ല, അത് ഞങ്ങക്ക് തരാൻ പറഞ്ഞ വസ്തുവിലാണ് അവരുടെ പേരുള്ളത്. അവരുടെ ആ വസ്തു വിറ്റവര് അത് വിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പിന്നെ വസ്തു വിറ്റ് കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ അറിഞ്ഞത്. പിന്നെ ഇൻകർവൻഷൻ എടുത്തപ്പോഴാണ് അത് വിറ്റ് കഴിഞ്ഞു. ഇപ്പൊ തള്ളയുടെ പേരിൽ ഒന്നുമില്ല. ഇല്ല, ആകെ പേരിലുള്ളത് മോന്റെ പേരിലാണ്. പക്ഷെ പൈസ മേടിച്ചത് അമ്മയാണ് അല്ലേ? പൈസ മേടിച്ചത് അമ്മയുടെ പേരിൽ ഒന്നുമില്ല. പക്ഷെ എങ്കിലും ക്രിമിനൽ കേസ് നിൽക്കും. ചെക്കുണ്ടോ? അത് പോലീസ് തിരിച്ചു വാങ്ങി കൊടുത്തിട്ടാണ് ഈ 5 ലക്ഷത്തിന്റെ പോലീസ് തിരിച്ചു വാങ്ങിച്ചു കൊടുത്തത്. 5 ലക്ഷത്തിന് പിന്നെ എന്തായിരുന്നു രേഖ? 5 ലക്ഷത്തിന് 2 ലക്ഷം ഞങ്ങളെ കയ്യിൽ തന്നപ്പോ 3 ലക്ഷത്തിന്റെ കിട്ടി. 2 ലക്ഷം തന്നിട്ട് 3 ലക്ഷത്തിന്റെ ചെക്കും തന്ന് 3 ലക്ഷം തരുവുള്ളൂ എന്നുള്ള പത്രവും തന്നു. 3 ലക്ഷത്തിന്റെ ചെക്കുണ്ടോ? അതാണോ വക്കീലിനെ ഏൽപ്പിച്ചത്? മാഡം, അവരുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്, അനില്. ഇപ്പൊ വസ്തുവിന്റെ ഡീറ്റെയിൽസിന്റെ കാര്യം പറഞ്ഞായിരുന്നു. ഇതിപ്പോ കാര്യമായിട്ടുള്ള രേഖകളൊന്നും ഇപ്പൊ അവരുടെ കയ്യിലില്ല, ചില കോപ്പികൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളെന്ന് അവര് വന്നെടുത്തിട്ട് 13 ലക്ഷം രൂപ ചെക്ക് എഴുതി തന്നിട്ട് ഒരു പത്രം എടുത്ത്, പത്രയുടെ സമയത്ത് എൻ്റെ ചേട്ടൻ എന്ന് പറഞ്ഞ വേണുവാണ് എൻ്റെ ബ്രോക്കർ. പുള്ളി മുഖേനാണ് ഞാൻ ഒരു വസ്തു വിറ്റിട്ട് കൊണ്ടുവരുന്ന പൈസയാണ്. ഞാൻ കാർണിക്കോ വാറിൽ കിടന്നിട്ട് എയർഫോഴ്സിലാണോ ജോലി? എന്തായിട്ട് വർക്ക് ചെയ്യുന്നു? ഞാൻ NC ആണ്, നോൺ ടെക് എഞ്ചിനീയർ ആണ്. നോൺ ടെക്നിക്കൽ. നിങ്ങൾ സർജന്റ് ആയോ? ഇല്ല സാർ, സർജന്റ് ആയില്ല. സർജന്റ് ആയില്ല. എത്ര വർഷമായി? എനിക്കിപ്പോ 23 വർഷം നടക്കുന്നുണ്ട്. ഞാനിപ്പോ ജാംനഗറിലാണ്. ജാംനഗർ എനിക്കറിയാം. ജാംനഗർ ഗുജറാത്തില് വലിയ സ്റ്റേഷനാണ്. ഞാൻ ഫൈറ്ററിലാണ്. ഗ്രൗണ്ട്. എന്തോ നിങ്ങളുടെ ട്രേഡ്? എൻ്റെ ട്രേഡ് ലെസ്കറാണ്. ഓഫീസ് വർക്കൊക്കെയാണ് ഞാൻ കൂടുതൽ ഞങ്ങൾ ചെയ്യുന്നത്. അപ്പം ഞാനിങ്ങനെ ആ വേറൊരു വീട് വെച്ചതാണ്. വെച്ചിട്ട് വിറ്റ പൈസയാണ്. 13.5 ലക്ഷം രൂപയ്ക്ക് ഞാൻ വേറൊരു വീട് വിറ്റതാണ്. വിറ്റിട്ട് ഞങ്ങളിവിടെ അവിടെ ചെറിയ പ്രശ്നമായി, അതുകൊണ്ട് വിറ്റിട്ടും കൊണ്ടുവന്നത്. ഞാൻ ഈ ദർശൻ നഗറിൽ എന്ന സ്ഥലത്ത് സജി ഭവനിൽ വാടക താമസിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ചേട്ടനും അതിൻ്റെ ബാക്കിൽ വന്ന് അവരെ വീട്ടിൽ തന്നെ അതിൻ്റെ ബാക്കിൽ ഒരു ഓടിട്ട വീട്ടിൽ താമസിക്കാൻ വന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം പറഞ്ഞു വെച്ചു, ஆனால் എൻ്റെ കയ്യിൽ 10 ലക്ഷം രൂപയുണ്ട്, കുറച്ച് സ്ഥലം എവിടെയെങ്കിലും നോക്കും. അപ്പോഴാണ് ഈ പുള്ളി ഈ ആളെ ഇവരെ കൊണ്ടുവന്നത്. ആദ്യം വന്ന് ഞങ്ങളെന്ന് 1 ലക്ഷം രൂപ വാങ്ങിച്ച് 1 മാസത്തിനകത്ത് തരാമെന്ന് പറഞ്ഞു. പിന്നെ വന്നിട്ട് വീണ്ടും 1 ലക്ഷം രൂപ. ഈ 1 ലക്ഷം വാങ്ങിക്കുമ്പോ എന്താ രേഖ തന്നത്? രേഖ ചെക്കും പത്രവും തന്നായിരുന്നു. അതൊക്കെ തന്നായിരുന്നു. നമ്മൾ ഒരിക്കലും കള്ളത്തരം പറഞ്ഞൊന്നും നേടട്ട. ഞാൻ അത്രയ്ക്ക് കഷ്ടപ്പെട്ടതാണ്. ആരാ രേഖ തന്നത്? ചെക്ക് തന്ന ആര്? അമ്മയും ഇളയ മോനാണ്. ഇതെന്ത് നടന്നിട്ടുണ്ട്? അമ്മയും ഇളയ മോനുമാണ്. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ 1 ലക്ഷം രൂപ വാങ്ങിച്ച്. ഇത് കഴിഞ്ഞിട്ട് വന്ന് ഒരു 80,000 കൂടെ വാങ്ങിച്ച്. അപ്പോൾ 3 ലക്ഷത്തി 80,000 രൂപ വാങ്ങിച്ച്. 80,000 വെച്ചിട്ട് അവർ വീണ്ടും ഒരു 100 രൂപ പത്രത്തിൽ ഒരു ചെക്ക് എഴുതി തന്നു. പത്രത്തിൽ എഴുതി തന്ന്. അപ്പം കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ് എനിക്ക് ആ പൈസ തിരിച്ചു വേണം, എനിക്ക് വസ്തു വാങ്ങാം. അപ്പം പറഞ്ഞ് ഞങ്ങളെ വട്ടൂർക്കാവിൽ ഭാരതീയ സ്കൂളിൻ്റെ അടുത്തൊരു വസ്തു അടക്കണം, 8 സെൻറ്റ്, അതിൽ 3 സെൻറ്റ് റോഡും 5 സെൻറ്റ് നിങ്ങൾക്ക് ഇത് വസ്തുവാണ്. ഞാൻ അവിടെ പോയിട്ട് കിളക്കുകയും തേങ്ങ വെട്ടുകയും ഇവർക്ക് കൊണ്ട് കൊടുക്കുക വരെ ചെയ്തിട്ടുണ്ട്. ഇത് സാറിന് വേണമെങ്കിൽ അവിടെ തിരക്കാം. 2 പ്രാവശ്യം ഞങ്ങൾ അവിടെ തേങ്ങ വെട്ടിയതാണ്. പിന്നെ വഴി നന്നാക്കാൻ വേണ്ടി അവിടെ നിന്ന് ഒരു പ്രാവശ്യം അവിടെ കിളച്ചുകൊണ്ട് നിൽക്കും. വൈകുന്നേരം ഞാൻ തേടെ കിളച്ചിട്ട് സാറല്ലേ ഈ സ്ഥലം വാങ്ങിച്ചത്, ഇത് ഞങ്ങൾക്കൊരു 100 രൂപ തന്നിട്ടുണ്ട്. ഞാൻ അപ്പോഴാണ് കിളച്ചുകൊണ്ടിരുന്നവർക്കൊരു 100 രൂപ കൊടുത്തിട്ടും കൂടെയാണ് വന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇവർ ഒരു കാരണവശാലും പൈസ തരില്ല. പൈസ നല്ല വസ്തുതയില്ല. ഇടയ്ക്ക് ഞാൻ അപ്പോൾ ശാസ്താംകുളത്ത് പോയിട്ട് ഇത് സബ്ജക്ഷൻ അവിടെ ചെന്നിട്ട് ഇതെടുത്ത് നോക്കി. 15 വർഷത്തെ ഇതെടുത്ത് നോക്കിയപ്പോഴാണ് ഇവരെ പേരിൽ തന്നെയാണ് ആ വസ്തു കിടക്കുന്നത്. അപ്പോൾ ഏകദേശം 2013 മാർച്ചായി. 2013 മാർച്ച് ആയപ്പോഴത്തേക്ക് ഇവരെ ഇപ്പം വന്ന മൂത്ത മോൻ എന്നുള്ള പേര് ഫൈസ് എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞ്, ചേട്ടൻ്റെ പൈസ ഞാൻ തരാം, എനിക്കൊരു 2 മാസം അവധി തരണം. ഗൾഫിൽ നിന്ന് വിളിച്ചിട്ടാണ് പറഞ്ഞത്, 2 മാസം അവധി തരണം, ചേട്ടൻ്റെ പൈസ ഞാൻ തരും. ആര് പറഞ്ഞു? ഈ അവരെ മൂത്ത മോൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മെയ് ആയപ്പോഴത്തേക്ക് ഞാൻ തിരിച്ചു വിളിച്ചിട്ട് അവ എടുക്കുന്നില്ല. അപ്പോൾ നെറ്റിൽ നിന്ന് എന്തെന്നോ വിളിച്ചതാണെന്ന് തോന്നുന്നു, എടുക്കുന്നില്ല സാറേ. പിന്നെ ഒരു ഇതുമില്ല. അപ്പം ഞാൻ വീണ്ടും ബഹളം വെച്ചപ്പോഴാണ് ഇവർ 13 ലക്ഷം രൂപ ചെക്ക് എന്നിട്ട്. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ വേണു ഓട്ടോ ഡ്രൈവറാണ്. ഞാൻ 2ാമത്തെ നിലയെല്ലാം വാടക താമസിച്ചിരുന്നത്. 5-6 വർഷം ആ വീട്ടിൽ താമസം. 6,000 രൂപ വെച്ചാണ് വാടകയ്ക്ക് താമസിച്ചിരുന്നത്. അവിടെ നിന്ന് വേണുവിൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചാണ് ചെക്ക് തന്ന് അവർ വസ്തു അവരിലില്ല, ചെക്ക് തന്ന്. എന്തേട്ടാ കുഴപ്പമില്ല, നമുക്ക് വാങ്ങിക്കാതോ, ഡേറ്റ് ചെക്കാണ് തന്നത്. ഇത് കഴിഞ്ഞിട്ട്
എനിക്കൊരു കോൾ വന്നു, ഓഫീസിൽ നിന്ന് ഒരു കോൾ വന്നു. നാളെ രാവിലെ നേരത്തെ പറഞ്ഞത് കൊണ്ടൊരു കോൾ വന്നു. ഞാൻ അങ്ങോട്ട് കോൾ എടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിച്ചണിൽ അവർ കുടിച്ച കപ്പും ചായ കുടിച്ച കപ്പും അതുപോലെ എടുത്ത് കിച്ചണിലെടുത്ത് തിരിച്ചൊന്ന് സംസാരിച്ച് ഞങ്ങൾ വേറെ ഒന്നും ശ്രദ്ധിച്ചില്ല. വിശ്വാസമായിപ്പോൾ സാർ, അത്ര വിശ്വാസമായിപ്പോയി ഞങ്ങൾക്ക് അവരെ. കാരണം അവരെ വീട്ടിൽ പോയാലും ഞങ്ങൾ അതേപോലെ അവർ സ്നേഹിക്കുകയും ഒക്കെ ചെയ്തായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചു പോയത്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നോക്കിയപ്പോഴാണ് ഇവർ കാറിൽ കയറി. അപ്പം ഞങ്ങളുടെ പത്രം അവിടെ, എനിക്ക് പത്രം കാണാം. ഉടനെ ഞങ്ങൾ അവരെ വിളിച്ച്, ഞാൻ വേണമെന്ന് പറഞ്ഞു, അണ്ണാ അവർ പത്രം എടുത്തുകൊണ്ട് പെട്ടെന്ന് വിളിയണ്ണ. വിളിച്ചപ്പോൾ വലിച്ചു കയറി ദൂരെ കളഞ്ഞു. നിങ്ങൾക്ക് ചെക്ക് തന്നിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് അതിനെ പത്രം നമ്മൾ വലിച്ചു ദൂരെ കളഞ്ഞു. അവിടെ തൊട്ട് ഇങ്ങനെ അലഞ്ഞുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ നെടുവങ്ങാട് സ്റ്റേഷനിൽ പോയി ഞങ്ങളെയും വിളിപ്പിച്ച് അവിടെ എഴുതി വെച്ച് ബൈജു സാർ, അന്നത്തെ SI ബൈജു സാറിൻ്റെ മുമ്പ് എഴുതി വെച്ച് ജനുവരി 1-ാം തീയതി പൈസ തരാം. എത്ര പൈസ തരാം? മൊത്തം 13.5 ലക്ഷം രൂപ തരാം. വെച്ചിട്ടുണ്ടോ? അവിടെ അവരെ ഇതിലുണ്ട്. കോടതിയിലെ GD-യിലാണോ എഴുതിയത്? ബുക്കിലാണോ എഴുതിയത്? രജിസ്റ്ററിലാണോ എഴുതിയത്? രജിസ്റ്ററിൽ എഴുതി രജിസ്റ്ററിൽ തന്നെ എഴുതി. അത് രേഖയായിട്ട് എടുക്കാം. അതെ സാർ. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒന്നും നടന്നില്ല. പിന്നെ അവർ മാർച്ചിൽ സമയം ചോദിച്ചു, 2 മാസം പിന്നെ സമയം ചോദിച്ചു. മാർച്ചായി. അപ്പം ഞങ്ങൾ പിന്നെ എനിക്ക് എൻ്റെ പോസ്റ്റിംഗ് വന്ന് ആഗ്രയിൽ പോസ്റ്റിംഗ് വന്നായിരുന്നു. അപ്പോൾ അവിടുന്ന് പ്രിൻസിപ്പൾ എൻ്റെ അടുത്ത് പറഞ്ഞ്, മോളിപ്പം കുഴപ്പമില്ലാതെ പഠിക്കുന്നുണ്ട്, നിങ്ങൾ ഇപ്പം സാറേ 1 വർഷം കൂടെ ഇവിടെ നിൽക്കാൻ എങ്ങനെയാണ് ശ്രമിക്കുക. അങ്ങനെ ഞാൻ ലീവ് ആപ്ലിക്കേഷൻ ഇട്ട് 1 വർഷം കൂടെ ഞാൻ ഇവിടെ നിൽക്കുകയാണ്. കൊച്ചിൻ്റെ എക്സാം കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പോസ്റ്റിംഗ് വന്നത് ജാംനഗറിലാണ്. ഞാനിപ്പം ജാംനഗറിലാണ്. പോയിട്ട് 8 മാസമായാലും ഇവിടുന്ന് പോയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് സാറേ കമ്മീഷണർ ഓഫീസിൽ കേസ് കൊടുത്ത്, വെങ്കട്ട സാറിൻ്റെ ആയിരുന്നു കമ്മീഷണർ. സാറിന് കേസ് കൊടുത്ത് സാറ് ഉടനെ എന്നെ ബൈജു സാറിനെ ഏൽപ്പിച്ച്. ബൈജു സാർ നല്ലൊരു ഓഫീസറാണ്. ബൈജു സാറ് നല്ല രീതിയിൽ അത് തിരക്കി അവർ നമ്മൾ വാങ്ങിച്ച് തരാൻ സമ്മതിച്ചതാണ്. അപ്പോഴത്തേക്ക് ബൈജു സാറെ പോയി അമേരിക്കയിൽ. അപ്പോൾ ഈ സാറുടെ പോലീസ് സുനിലാൽ പുള്ളി പറഞ്ഞ്, നിങ്ങൾ ധൈര്യമായിട്ട് പോയി, കേസ് എൻ്റെ പക്കലിലുണ്ട്, ഞാൻ കൺട്രോൾമെൻറ്റിലോട്ട് ട്രാൻസ്ഫറായി, അവിടെ വെച്ച് നിങ്ങൾക്ക് സെറ്റിലായി. ഒരു ദിവസം ഒരു ഫോൺ വന്ന്, നിങ്ങളെ പൈസ റെഡിയായി, വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ വന്ന് സെപ്റ്റംബറിൽ വന്ന് ഞങ്ങൾ 4 പേര് കയറി കിടക്കാൻ പോകുന്ന സ്ഥലമില്ല ഞങ്ങൾക്കിപ്പോൾ. പിന്നെ സംസാരിച്ച് സെറ്റായി. അപ്പം ഈ പ്രമോദ് സാറ് അസിസ്റ്റന്റ് കമ്മീഷണർ, ഇപ്പോഴത്തെ അസിസ്റ്റന്റ് കമ്മീഷണർ പ്രമോദ് സാറിൻ്റെ അടുത്ത് വെച്ച് എല്ലാം നമ്മൾ സംസാരിച്ച് സെറ്റ് ചെയ്തേക്കണം. പയ്യനെ പിന്നെ ഞാൻ കാണുന്നത്, ഇവരെ മൂത്ത മോനെ പിന്നെ ആദ്യമായിട്ട് അവിടെ കാണുന്നത്. അവർ വന്നില്ല, അവർ വരില്ല. നമ്മൾ കമ്മീഷൻ ഓഫീസിൽ കേസ് കൊടുത്ത സമയത്ത് CI ലതാ മാഡത്തിനാണ് ഇത് കേസ് ഇവർ തമ്മിൽ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഗണേശ സാറിൻ്റെ ഫോൺ വന്ന്, ഞങ്ങൾ ഗുണ്ടയാണ്, ഞാൻ പട്ടിപ്പഴ, ഞാനാണ് എൻ്റെ ജീവിതത്തിൽ ഇതൊന്നും കേട്ടിട്ടില്ല, കൊടുത്തിട്ടില്ല. ഞാൻ 23 വർഷം, എൻ്റെ 45 വയസ്സായി. ഏത് ഗണേശൻ സാറ്? MLA. അവരെ പുള്ളിയെ PA വിളിച്ച് മാഡത്തിനെ തെറി വിളിച്ച്, ലതാ മാഡത്തിനെ CA മാഡത്തിനെ തെറി വിളിച്ച്. അപ്പോൾ അവർ ഞങ്ങളടുത്ത് ചൂടായി, അതിനെക്കാട്ടി മേളിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സംസാരം, ഞങ്ങൾ കേസ് എടുക്കാം. ആണ് വിളിച്ചത്? ആരാ പറഞ്ഞത്? ലതാ മാഡം തന്നെ പറഞ്ഞു ഞങ്ങളടുത്ത്. എന്നിട്ട് അതുകൊണ്ട് അവര് വിളിച്ചിട്ട് അവർ അവധി കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ വിളിച്ചിട്ട് പിന്നെ ഇടയ്ക്ക് ഇവർ ഞങ്ങളായിട്ട് ഒരു ബന്ധമില്ല. ഈ പൈസ തരാനുള്ളവരോ സബീനായിട്ട് ഞങ്ങൾ ഒരു ബന്ധമില്ല. അപ്പോൾ ഇടയ്ക്ക് അടുത്ത മാസം എന്ന് പറയുമ്പോൾ ഞങ്ങൾ അടുത്ത മാസം ചെല്ലുമ്പോൾ പറയും, പൈസ ആയിട്ടില്ല, ഒരു 2 മാസം കൂടെ കഴിഞ്ഞിട്ട് വാ. അവിടുന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ അവധി തന്ന് കമ്മീഷൻ ഓഫീസിൽ കേസ് കൊടുത്തിരുന്ന ഏകദേശം 1 വർഷവും 3 മാസമായി സാറേ. അവസാനം ഈ പ്രമോദ് സാറ് പറഞ്ഞ്, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു ചർച്ചാ വിഷയമായിട്ട് അവൻ്റെ ഉമ്മ ചത്തുപോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്ര എമൗണ്ട് കിട്ടൂല, കിട്ടുന്ന എമൗണ്ട് വാങ്ങിച്ച് സെല്ലാവാൻ നോക്കുക. അപ്പോൾ ഉടനെ ഇവൻ പറഞ്ഞ്, ഞാൻ 5 ലക്ഷം രൂപ തരാം. അത് 13.5 ലക്ഷം അല്ലയോ വാങ്ങിച്ചത്? അത് തന്നെ മാഡം. എന്നിട്ട് പറഞ്ഞ് 5 ലക്ഷം രൂപ സെറ്റാവും. അപ്പം ഞങ്ങൾ പറഞ്ഞ് അതൊന്നും പറ്റില്ല, ഞങ്ങൾ അവിടെ പ്രശ്നം ഉണ്ടാക്കി, അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം ഞാൻ കഷ്ടപ്പെട്ട പൈസയാണ്, ഞാൻ എൻ്റെ വസ്തു വിറ്റ പൈസയാണ്, അതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞു. അവസാനം പിന്നെ ഞങ്ങൾ സഹി കെട്ടി. ഒരു പ്രാവശ്യം ഞങ്ങൾ അവിടെ നിന്ന് ജാംനഗറിൽ നിന്ന് ഇവിടെ വരുമ്പം ഞങ്ങൾ 2 പേരും വന്നിട്ട് ഒരാഴ്ചയായി. കിടക്കാനോ ഓരോരുത്തർ ഞങ്ങളൊരു ബന്ധുവിൻ്റെ വീട്ടിലാണ് പോയി കിടക്കുന്നത്. ഇല്ലെങ്കിൽ ഹോട്ടലെടുക്കുകയാണെങ്കിൽ റൂം റെൻറ്റ്, നമ്മളെ ചിലവ് എല്ലാം കൂടെ ഞങ്ങൾ 2 രൂപ 20,000 രൂപയെങ്കിലും ഒരു യാത്രയിൽ ഞങ്ങൾക്ക് ചിലവാകണം. അപ്പോൾ ഞങ്ങൾ 4 പ്രാവശ്യം കൊണ്ട് 80, ഒരു പ്രാവശ്യം ഞങ്ങൾ 4 കൂടെ വന്നു. ഇപ്പോൾ എൻ്റെ 2 പിള്ളേർ ജാംനഗറിലുണ്ട്. മോക്ക് 18 വയസ്സ്, ഇളയ മോക്ക് 13 വയസ്സ്. അവരുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാ? സ്ത്രീയുടെ അവർക്ക് നല്ല ആസ്തിയുണ്ട്, നല്ല ആസ്തി മേഡം. ഒരു കൊട്ടാരം പോലത്തെ ഒരു വീട്, ഒരു 3-4 കാറുണ്ട്. പിന്നെ ഞങ്ങൾ അവിടുത്തെ പഞ്ചായത്തിൽ തിരക്കിയപ്പോൾ അവരെ പേരിലല്ല വീട്. ആരുടെ പേരില്ല? വേറൊരു പേരില്ല അവിടെ വസ്തു. പിന്നെ വണ്ടികളൊക്കെ ആരുടെ പേരില്ല? വണ്ടി അവർക്കുള്ളത് തന്നെയാണ്, മോന്റെ മോക്കെയാണ്. സബീന ബീവി. അവരുടെ 2 ആൺമക്കളും ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. ഉണ്ട്. ഈ വേണു ഉണ്ട്. വേണു ഉണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. ഉണ്ട്. വേണു മുഖേനയാണ് ഞങ്ങൾ പൈസ കൊടുക്കുന്നത്. എന്നിട്ട് 13 ലക്ഷം രൂപ ചെക്ക് ഞങ്ങൾക്ക് തന്നു. എന്നിട്ട് ഇവിടെ സെറ്റിലായി 5 ലക്ഷം. ശരി, 5 എങ്കിൽ 5 താന്നും പറഞ്ഞിട്ട് എന്തെങ്കിലും കിട്ടിയാൽ മതി. ഞങ്ങൾ അവസാനം നിവർത്തി കേട്ടുപോയി. എന്തെങ്കിലും കിട്ടാന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ആണ് ഈ 5 ലക്ഷം സമ്മതിച്ചത്. അപ്പം 2 ലക്ഷം രൂപ ക്യാഷ് തരം ചെയ്ത് ഇതേപോലെ ഡേറ്റ് ഇട്ട് എന്നിട്ട് പറഞ്ഞ്
ജനുവരി 5-ാം തീയതിക്കകത്ത് നിന്റെ അക്കൗണ്ടിൽ. അപ്പം ഞാൻ വേറൊരു വ്യവസ്ഥ വെച്ച് എനിക്ക് ഇനി ഇങ്ങോട്ട് വരാൻ പറ്റുന്നു, എൻ്റെ അക്കൗണ്ടിൽ ക്യാഷ് ഇടുകയാണെങ്കിൽ ഞാൻ വാട്സപ്പ് എടുത്ത് ഈ ചെക്ക് വലിച്ചേറി വാട്സപ്പിലിട്ട് കാണിച്ചു തരാം. അതെല്ലാം എഗ്രി ആയിട്ട് പോയിട്ട് ഇടയ്ക്ക് ഫോൺ ചെയ്ത് അങ്ങനെ പറ്റൂല. അത് നിങ്ങൾ കേസ് കൊടുത്തിട്ട് നിങ്ങൾ എല്ലാ അവധിക്കും വരണമെന്നില്ല, ഒരു പവർ ഓഫ് അറ്റോർണി വെച്ച് ഇവിടെ കേസ് നടത്താം. ഞാൻ വക്കീലിൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. അപ്പൊ എന്നെ ഇവിടെ ഇങ്ങനെ അറ്റാച്ച്മെന്റ് ആയിട്ട് ഇവിടെ ഈ കേസ് തീരുന്നവരെ കോടതി ഇടപെട്ടിട്ട് എന്നെ അറ്റാച്ച്മെന്റ് ചെയ്യാം എന്നുള്ള ഒരു അവരുടെ വസ്തു എന്തെങ്കിലും കണ്ടുപിടിക്കണം. നമ്മൾ ഈ രൂപ ഈടാക്കി കിട്ടത്തക്ക വിധത്തിലുള്ള വിലയുള്ള ഏതെങ്കിലും അവരുടെ പേരുള്ള വസ്തുക്കൾ ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. ആ വസ്തു അറ്റാച്ച് ചെയ്തിടണം. വില്ലേജ് ഓഫീസിൽ പോയി തിരക്കണം. തിരക്കി അതുകൊണ്ടാണ് ഇത്ര ദിവസം കേസ് കൊടുക്കാത്തത്. ഞങ്ങൾക്ക് സാധിച്ചില്ല. പലപ്പോഴും നിങ്ങൾക്ക് സാധിച്ചില്ലെന്ന് വെച്ചാൽ രൂപ ഈടാക്കി കിട്ടണമെങ്കിൽ അതൊക്കെ അന്വേഷിച്ചാലേ പറ്റുള്ളൂ. അല്ല, പിന്നെ ഇവരൊക്കെ വാക്ക് പറഞ്ഞതിന് ശേഷമാണ് ആ 5 സെന്റ് വിറ്റതെന്നുള്ളതൊരു അതും ശരിയാ മാഡം. അത് ചീറ്റിങ്ങിലേ വരത്തുള്ളൂ. കേസ് എന്നിട്ട് ഈ മോൻ വന്നിട്ട് പറഞ്ഞ് എന്റെ മമ്മിയുടെ പേരിൽ ഇങ്ങനെ ഒരു വസ്തുവില്ല, ഞങ്ങൾ അതിന്റെ കോപ്പിയുണ്ട്, 15 അതിന്റെ ഒരു കോപ്പിയുണ്ട്, ഈ പ്രമാണത്തിന്റെ കോപ്പിയുണ്ട്, ഇൻകംസിന്റെ ഇത് കൊടുത്തതിന്റെ കോപ്പിയുണ്ട്, അതെല്ലാം ഉണ്ട്. അത് ഞാൻ കമ്മീഷണർക്ക് കാണിക്കുകയും ചെയ്ത്. സാറേ ഇവ പറയുന്നത് ഇവന്റെ മമ്മിയുടെ ഇതിൽ ഒന്നും ഇല്ലെന്നല്ലേ, പിന്നെ ഈ പേര് ആർക്കുള്ളതാ? പിന്നെ അവൻ ഒന്നും മിണ്ടിയില്ല. എന്തായാലും വേണു വന്നിട്ടുണ്ട്, അദ്ദേഹത്തിനെ വിളിക്കാം. അല്ല, അപ്പൊ നിങ്ങൾ ഇടനിലക്കാരനായിട്ട് നിന്നാണ് ഈ കേസ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്? ഞാനാണ് ഇതിന്റെ ഇടപാട് ചെയ്തത്. ഈ സബീന എന്ന് പറഞ്ഞാൽ നമ്മുടെ മാറ്റപ്പള്ളിക്കാരാ, മാറ്റപ്പള്ളി മജീദ് സാറിന്റെ മോളാണ്, മുൻ MLA. ഇവർക്ക് ഗണേഷ് സാറുമായിട്ടൊക്കെ ഭയങ്കര ബന്ധമുണ്ട്. അപ്പം അങ്ങനെ എനിക്ക് ഒരുപാട് പരിചയമുള്ള എൻ്റെ പേരിൽ ഇവിടെ ഒരു മാമാണ് എനിക്ക് പരിചയപ്പെടുത്തുന്നത്. പരിചയപ്പെടുത്തി ഞാനവർക്ക് ഞാനിപ്പോൾ ഒരു ഓട്ടോ ഡ്രൈവറാണ്, ലോറി ഡ്രൈവറായിരുന്നു, ഇപ്പോൾ ഓട്ടോറിക്ഷയാണ് ഓടിക്കുന്നത്. അങ്ങനെ ഒരു 8-9 വർഷം കൊണ്ട് എനിക്ക് ഇവരെ നല്ല പരിചയമുണ്ട്. ഇവർക്ക് റിയൽ എസ്റ്റേറ്റ് പരിപാടിയാണ് സബീനയ്ക്ക്. എല്ലാ സ്ഥലങ്ങളിലും സ്ഥലങ്ങൾ വാങ്ങിയിട്ടിട്ടുണ്ട്. ഞാനും അതിലൂടെ ഏജൻ്റ് ആയിട്ടുണ്ട്, പാർട്ടി കൊണ്ടുപോയിട്ടുണ്ട്, കച്ചവടം നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അനിയന് വട്ടപ്പാറ സ്ഥലം വിറ്റു. അപ്പോൾ ഇവർക്ക് ബിസിനസ് ഇല്ലാതെ വന്നു. എടുത്ത ഫ്ലോട്ടിലൊന്നും പോയില്ല, കയ്യിൽ കാശൊന്നുമില്ല. വന്നപ്പോൾ എന്നോടൊന്ന് പറഞ്ഞു നമുക്ക് കാര്യങ്ങൾ 1 ലക്ഷം രൂപ വേണം. ഞാൻ പറഞ്ഞു ഇങ്ങനെ എൻ്റെ അനിയൻ വസ്തു വാങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, വണ്ടിയിൽ 10 ലക്ഷം രൂപയേ ഉള്ളൂ, 5 സെൻറ്റ് സ്ഥലം വേണം, അത് കുറഞ്ഞ സ്ഥലമാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു എങ്കിൽ അനിയൻ്റെ 1 ലക്ഷം രൂപ എനിക്ക് വാങ്ങിത്തരൂ, നമുക്ക് വസ്തു കൊടുക്കാം, ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഫ്ലോട്ട് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഇങ്ങനെ എന്നെ ആർക്ക് സ്ഥലമുണ്ട്, പരിചയപ്പെടുത്തി 1 ലക്ഷം രൂപ ആദ്യം കൊടുത്തു. അപ്പോൾ പറഞ്ഞ് സ്ഥലം നിങ്ങൾ വേറെ വാങ്ങുകയാണെങ്കിൽ ഞാൻ 1 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് പലിശ തരാം. പിന്നീട് വന്നു ഞാനറിയാതെ ഒരു 80,000 രൂപ മേടിച്ചു. സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞ് ശരി തരാമെന്ന് പറഞ്ഞ് അവൻ പോയി സ്ഥലം കണ്ടു. എൻ്റെ ആ സ്ഥലത്തിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് വന്നു, ഇവർക്ക് കാണിക്കാൻ പറഞ്ഞ് ഞാൻ കുടപ്പനക്കൊന്ന് ആധാരം എടുത്ത് ശ്രീകുമാർ മുട്ടടത്തെ ശ്രീകുമാറിൻ്റെ കൊണ്ട് കൊടുത്തു. നോക്കിയപ്പോൾ ശ്രീകുമാർ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് എഴുതിയെടുക്കാം, ഇതിൽ 3 സെൻറ്റ് സ്ഥലം വഴി പറഞ്ഞിട്ടുണ്ട്, 5 സെൻറ്റ് സ്ഥലം ബാലൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി എഴുതിയെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു അവൻ്റെ നിങ്ങളുടെ ഈ പൈസയ്ക്ക് എടുക്കാൻ നിവൃത്തിയില്ല, മൊത്തം 10 ലക്ഷം രൂപയേ ഉള്ളൂ, 12.5 ലക്ഷം രൂപ നിങ്ങൾ വില പറയുന്ന വസ്തു ഞാൻ എങ്ങനെ വാങ്ങിച്ചു കൊടുക്കണം, പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ കുറേ നേരം എൻ്റെ അടുത്ത് ആലോചിച്ചിട്ട് പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യാം, പ്രമാണം ചെയ്ത് കൊടുക്കാം, അനിയുടെ പേരിൽ എഴുതി കൊടുത്തിട്ട് അനിയുടെ ലേഖയുടെയും പേരിൽ എഴുതി കൊടുത്തിട്ട് അവർ ആ പ്രമാണം കൊണ്ടുപോയി ലോൺ എടുത്ത് എനിക്ക് തന്നാൽ മതി 2.5 ലക്ഷം രൂപ പറയുമ്പോൾ ഞാൻ പറഞ്ഞു മേഡം അത് ശരിയാകത്തില്ല, അതങ്ങനെ കടം വാങ്ങാനുള്ള നിവൃത്തിയോടുള്ള 2 പെൺകുട്ടികളാണ്, ഞാനും വാടകയ്ക്കാണ് താമസിക്കുന്നത്, ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അവനെ തള്ളിയിട്ടെന്ന് വന്നു നാട്ടുകാർ എൻ്റെ വീട്ടുകാരെല്ലാം ഞങ്ങൾ ബന്ധുക്കളായതുകൊണ്ട് ഞാൻ പരാതി പറയും, അത് നിങ്ങളെ ഒരിക്കലും കുറ്റപ്പെടുത്താത്ത രീതിയിൽ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പ്രാവശ്യം ഗണേഷ് സാറ് പാർട്ടിയായിട്ട് വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഇവരതിൽ കാശില്ല, എന്താവശ്യത്തിന് വരണമെന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു അയ്യോ അനിയുടെ അടുത്തുനിന്ന് പോകണമല്ലോ എന്ന് പറഞ്ഞു. ഞങ്ങളുടെ എന്തിനാ, നമുക്ക് 2 ലക്ഷം രൂപ വാങ്ങിക്കണം, നാളെ നമുക്ക് എഗ്രിമെൻ്റ് എഴുതാം. അങ്ങനെ വന്ന് വീണ്ടും 2 ലക്ഷം രൂപ മേടിച്ചു. അപ്പോൾ 3,80,000 രൂപ അവർ പറ്റിയിരിക്കുക. ഞങ്ങളുടെ ബാക്കി പൈസ തരാൻ അവരെ ഇല്ലല്ലോ, തികയത്തില്ലല്ലോ. അവനും എന്താ മരുന്ന് എന്തൊക്കെ മേടിച്ച് 10-20,000 രൂപ തീർന്നു പോയി, 6,20,000 രൂപ നിങ്ങൾക്ക് അങ്ങോട്ട് തരണ്ടേ എന്ന് പറഞ്ഞപ്പോൾ അത് കുഴപ്പമില്ല, ശ്രീകുമാറിനെ കൊണ്ട് എഗ്രിമെൻ്റ് എഴുതിച്ച് ഞാൻ പോയി ഇൻകം സർട്ടിഫിക്കറ്റ് എടുത്ത് എല്ലാം കൊണ്ടുവന്നു ബാങ്കിൽ പോയി തിരക്കി. തകരപ്പറമ്പിൽ ഒരു കോപ്പറേറ്റീവ് ബാങ്കിലാണിത് പണയം വെച്ചിരിക്കുന്നത്. അവിടെ പോയി തിരക്കിയപ്പോഴത്തേക്ക് നമ്മൾ കൊടുത്താൽ ഈ പൈസ തികയത്തില്ല, ബാങ്കിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു മേഡം ഇതൊരു ചതുവായിപ്പോയി, നിങ്ങൾ എന്നെയും കൂടെ ചതിച്ച് എനിക്ക് എൻ്റെ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാതാവും, എന്തായാലും നിങ്ങൾ ആ കാശെങ്കിലും തിരിച്ചു കൊടുക്കണം. ഇല്ല ഞാൻ എഴുതി കൊടുക്കാമെന്ന്. അനിയടുത്തൊന്നും അനിയ നീ ഒരു കാര്യം ചെയ്യും,
ചേച്ചിയില്ലേ പറഞ്ഞു, നിനക്ക് ഞാൻ എഴുതി തരാം, സമ്മാനപ്പെടും, നീ എൻ്റെ ചേട്ടൻ പറഞ്ഞത് കേൾക്കണം, ഞാൻ എഴുതി തന്നോളാം എന്ന് പറഞ്ഞ് മേഡം എഗ്രിമെൻ്റ് എഴുതി ഒപ്പിട്ട് ഇവരുടെ ഏറ്റവും ഇളയ മോനും സാക്ഷി, ഞാനും സാക്ഷിയായി ഒപ്പിട്ട് 6 ലക്ഷം രൂപ കൊണ്ട് കൊടുത്തു. 10 ലക്ഷം രൂപയായിട്ട് നമുക്ക് അപ്പോൾ ഞാൻ 20,000 രൂപ കൂടെ വേണമല്ലോ. അത് വേണ്ട, കുഴപ്പമില്ല, ഇത്ര ദിവസം എൻ്റെ വലിയ പൈസ വന്നാൽ അത് നമുക്ക് റൗണ്ട് ചെയ്ത് 10 ലക്ഷം രൂപ. അങ്ങനെ 10 ലക്ഷം രൂപയ്ക്ക് എഗ്രിമെൻ്റ് എഴുതി വെച്ച് 6 മാസത്തിനകത്ത് പ്രമാണം ചെയ്ത് കൊടുക്കുക. 6 മാസമായി, 8 മാസമായി, 10 മാസമായി, 1 വർഷമായി, 3 വർഷമായിട്ടും കാശ് കൊടുക്കത്തില്ല. പിന്നെ എന്നെ വിളിക്കത്തില്ല, ഞാൻ അങ്ങോട്ട് ചെല്ലാൻ പാടില്ല, ചെന്നാൽ ഗേറ്റ് തുറക്കത്തില്ല. ഇയാളെങ്ങനെ അവിടെ വരുന്നത്? ഞങ്ങൾ പറഞ്ഞ ഇടപാടൊക്കെ തീർത്തല്ലോ, അനിയും ഞാനുമായിട്ടല്ലേ ബന്ധം. ഇപ്പോൾ ഇവിടെ വേറെ ബിസിനസ്സൊന്നും ഇല്ലല്ലോ, ഞാൻ നിങ്ങളെ വിളിക്കാം ഇങ്ങനെ പറഞ്ഞ് എന്നെ അങ്ങ് ഒഴിവാക്കി. അങ്ങനെ ഇരിക്കുക ഒരു പ്രാവശ്യം ഞാനും അനിയും ഞങ്ങളെല്ലാം കൂടെ വീട്ടിടെ പോയി. ഞാൻ പറഞ്ഞു, മേഡം കാശ് കൊടുക്കണം. പൂർണ്ണമായിട്ടും നെടുമങ്ങാട് സ്റ്റേഷനിൽ കേസ് കൊടുത്തു ഫസ്റ്റിൽ. അവിടെ നിന്ന് ഇവർ ഗണേഷ് സാറിനെ കൊണ്ട് വിളിച്ച് പറയിച്ച് അവിടെ നിന്ന് തപ്പി പോയി. അവധിയൊന്നും കാശില്ല. തിരിച്ച് നമ്മളിവിടെ വന്നു, കമ്മീഷൻ ഓഫീസിൽ വന്നു. അവിടെ ഇതേമാതിരി തന്നെയാണ്. ഞങ്ങളെ വിളിച്ച് സംസാരിച്ചൊക്കെ ഇരിക്കും, എന്നെ വിളിച്ച് അകത്ത് കയറും, ആരുടെ ഒരു ഫോൺ വരും, വേണുവിന് പോവാം, വേണുവിൻ്റെ ഏജൻ്റ് ഒന്നുമല്ല. അപ്പോഴും ഞങ്ങളുടെ കയ്യിൽ ഈ പകർപ്പൊക്കെ പ്രമാണം. എന്നിട്ട് അവർ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞ് നമുക്കൊരു സെറ്റിൽമെൻറ്റ്. ഞങ്ങളുടെ എന്താണ് പൈസ കൊടുക്കാമല്ലോ, എന്നെയും കൂടെ വരാമോ, അനിയുടെ വീട്ടിൽ വന്നു പറഞ്ഞു. ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നു, ഇവർ കാറിൽ അവിടെ വന്നു, മുകളിൽ കയറി പോയി. ഞാൻ താഴെ വന്ന് അനിയായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു. എന്താണ് അത് പൈസയുടെ പ്രശ്നം? ഞാൻ പൈസ നിങ്ങൾ കൊടുത്ത് വാങ്ങിച്ചു, നിങ്ങൾ എഗ്രിമെൻ്റ് തിരിച്ചു വാങ്ങിച്ചു എന്ന് പറഞ്ഞു. ഒരു ചെക്കെടുത്ത് 13,50,000 രൂപ, 5 വർഷമായി, ഇനി നിങ്ങൾക്ക് ഞാൻ 3.5 ലക്ഷം രൂപ പലിശ തരാം, ആ എഗ്രിമെൻ്റ് ഞാൻ ഡേറ്റ് വെച്ച് കൂട്ടി എഴുതാമെന്ന് പറഞ്ഞു. എടുത്ത് കൊടുത്തു, എൻ്റെ അനിയത്തി എടുത്തോണ്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടതാണ്. എഗ്രിമെൻ്റ് കൊണ്ട് കൊടുത്തു. ഞാൻ താഴെ ഇറങ്ങി വന്നു, ഞാൻ സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്നു. ഇവരിഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ ഞാൻ ചോദിച്ചടേ പേപ്പറൊക്കെ കിട്ടിയോ? കിട്ടിയാടാ, എഗ്രിമെൻ്റാ. അത് എഗ്രിമെൻ്റ് അവർ ഞാൻ പറഞ്ഞു ഞാൻ വലിച്ചേറി കളഞ്ഞു. ഞാൻ 13.5 ലക്ഷം രൂപയുടെ ചെക്ക് കൊടുത്തില്ലേ, പിന്നെ എന്തിനാ നിങ്ങൾക്ക് എഗ്രിമെൻ്റ്? ഇതാണ് ഇവരുടെ ചോദ്യമായിരുന്നു. ഞാനിതെല്ലാം കണ്ടപ്പോൾ എനിക്ക് തന്നെ ഒരു മാനസികമായിട്ട് പ്രയാസമുണ്ട്. ഇപ്പോഴും എൻ്റെ അനിയന് ഞാൻ ചതിച്ചല്ലോ എന്നൊരു മനസ്സ് പ്രയാസമുണ്ട്. ഇല്ല, നിങ്ങൾ ചതിച്ചൊന്നും അല്ല അവർ പറഞ്ഞത്, നിങ്ങൾ പെട്ടുപോയി. നിങ്ങളും പ്രത്യേകിച്ച് ഇത്തരം ഇതുമായിട്ടൊക്കെ വസ്തു ഇടപാടുമായിട്ട് ബന്ധമുള്ള നിങ്ങൾക്ക് ഒരു അബദ്ധം പറ്റി, അവരെന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഞങ്ങൾക്ക് സംഭവിച്ചത് അല്ല, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. ബാബുവിന്റെ വീട്ടിലാണോ അവർ താമസിച്ചിരുന്നത് വാടകയ്ക്ക്? അല്ല, ബാബു അവരുടെ വീട്ടിലെ ബാക്കിലെ വീട്ടിലാണ് വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിലല്ലേ? പൈസ കൊടുക്കാൻ സമയം ഒരു സന്ധ്യാവാക്കിന് വരും, ഒരു കർത്തകാരിൽ വന്ന് അവധിയും വെച്ച് ഇട്ട് പോകും. നമ്മൾ കുറച്ച് ബാക്കിലാകുമ്പോൾ നമ്മൾ ഈ സംസാരം കേൾക്കുമ്പോൾ ഇറങ്ങി വയ്ക്കും നോക്കാൻ. അപ്പോൾ അങ്ങനെ നമുക്ക് അറിയാന്നുള്ളതേ ഉള്ളൂ. പൈസ കൊടുക്കാന്ന് വെച്ചാൽ പലതവണ ഇത് ഒരു 4-5 തവണ വന്നവിടെ പൈസയുടെ കാര്യവും പറഞ്ഞു. അങ്ങനെ ഇത് അവധി പറഞ്ഞ് പോണല്ലാതെ ഇതിൽ ഇത് വരണില്ല. ഇവർക്ക് സത്യസന്ധത തോന്നാനുള്ളൊരു കാര്യം അവർ ആ ബാങ്ക് പലിശ ആയാലും കൊടുക്കാന്ന് പറയുന്നല്ലോ, പലിശ കൊടുക്കാന്ന് പറയുന്നു, അതിന്റെ ചെക്ക് കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പം ഈ 13 ലക്ഷം 1 ലക്ഷം പിന്നെ ചെക്ക് ഒന്നുമില്ല, പിന്നെ സംസാരമില്ല. പിന്നെ നമ്മൾ എന്തെങ്കിലും വിളിക്കുന്ന ഉടനെ അവർ പോലീസ് സ്റ്റേഷനിൽ വിളിക്കും. പിന്നെ നമ്മൾ അവരുടെ അടുത്ത് പോയി പൈസ എല്ലാം ചോദിക്കാനും ഉടനെ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ, പേരുടെ പോലീസ് സ്റ്റേഷനിൽ അവരൊരു കൂട്ടുകാരുണ്ട്, സതീശൻ, AS സതീശൻ. ഒരു ജൂലൈയിൽ എന്നെ വിളിച്ച് ഞങ്ങൾ 3 കൂടെ പോയി. അപ്പം പുള്ളി പറഞ്ഞാണ്, നിനക്കെതിരെ ഒരു കംപ്ലയിൻറ്റ്, നീ സവീനെ തെറി വിളിച്ച് അതിന് നിനക്കൊരു കംപ്ലയിൻറ്റ്. നമ്മൾ സാറേ എൻ്റെ പൈസ വാങ്ങിച്ചതാണ്, ഞാൻ പൈസ ചോദിച്ചത് സത്യം തന്നെയാണ്. ഇതിനെപ്പോഴാണ് അവൻ പറഞ്ഞു, ഞങ്ങൾക്ക് പൈസ 3 മാസത്തിനകത്ത് തരും, നീ ഇനി അങ്ങോട്ടൊന്നും പോവല്ലേ, പോയാൽ നിന്നെ ഇടിച്ചില്ലാതാക്കളെ എൻ്റെ അടുത്ത് പറഞ്ഞാണ് AS സതീശൻ പേരോട് സ്റ്റേഷനിലെ. എന്നിട്ടാണ് ഞങ്ങൾ പിന്നെ കമ്മീഷൻ ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങിയത്. അല്ല, ഇതിനകത്തൊരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ഗണേഷ് കുമാർ MLA ഇതിനകത്ത് ഇടപെട്ടു എന്ന് നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കമ്മീഷണർ ഓഫീസിൽ നിന്നും പോലീസ് ഓഫീസറും ഒക്കെ നിങ്ങളെ അറിയിക്കുന്നു എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഈ പരിപാടി കാണുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ഇതിൽ ആരും പറയാതെ ഇടപെട്ടിരിക്കും, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തിരിക്കും. കാരണം അത്തരം പല കാര്യങ്ങളും നീതിപൂർവ്വം ഇടപെട്ടത് നടത്തി കൊടുത്തിട്ടുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. അല്ല, നിങ്ങളെ അറിയാവുന്നല്ല, ഇതിനകത്ത് നീതികേടുണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ കാര്യങ്ങൾ ചെയ്തിരിക്കും. ഞങ്ങൾ പല പ്രാവശ്യം ബന്ധപ്പെടാൻ ശ്രമിച്ച് ഗണേഷ് സാറിനെ, പക്ഷെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. അല്ല, ഇതിപ്പോ ടെലികാസ്റ്റ് ആയി കഴിയുമ്പോൾ നോക്കുള്ളൂ, ഇത് എത്രയും പെട്ടെന്ന് ടെലികാസ്റ്റ് ആവും. അത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഇതിന് പോസിറ്റീവായിട്ട് ഒന്നുകിൽ അദ്ദേഹം അറിയാതെയാണത് ഇത്തരം ഒരു ന്യൂസ് സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ആക്ഷൻ എടുക്കും. വളരെ പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരാളാണ്, നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അതിൻ്റെ ഒരു
തീരുമാനം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ പോലും പറയുകയാണ്. നിങ്ങൾ 12-ാം തീയതി തിരിച്ചു പോകാൻ വേണ്ടി ടിക്കറ്റ് എല്ലാം റിസർവേഷൻ ചെയ്ത് വെച്ചപ്പോൾ അല്ല, നിങ്ങൾ കേസ് കൊടുത്ത ശേഷം തിരിച്ചു പോവുക. എന്നിട്ട് ഇവിടെ ഒരു പവർ ഓഫ് അറ്റോർണി വെച്ചാൽ മതി കേസ് നടത്താൻ. തിങ്കളാഴ്ച എനിക്ക് ഡ്യൂട്ടി ജോയിൻ ചെയ്യാനുള്ളതാണ്. അല്ല, നിങ്ങൾ കേസ് കൊടുത്തിട്ട് അദ്ദേഹത്തെ പവർ ഓഫ് അറ്റോർണി കൊടുത്താൽ മതി. അദ്ദേഹം വയ്ക്കോളും. എന്നും പോകണമെന്നില്ല കോടതിയിൽ, അത് വക്കീൽ വയ്ക്കോളും. ആദ്യം 1 ദിവസം 2 ദിവസം പോയാൽ മതി. പ്രൈവറ്റ് കേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നിങ്ങൾ തന്നെ പോകണം. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്താൽ മതി. അത്രല്ലേ ഉള്ളൂ ഇപ്പോൾ പറയാൻ. ഈ പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുക്കുന്നതിന് വസ്തുവിന്റെ ഡോക്യുമെന്റ് എടുക്കണമെന്നില്ല. സിവിൽ കേസ് കൊടുക്കുന്നതിന് മതി. ആദ്യം പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുക്ക്, എന്നിട്ട് സിവിൽ കേസും. ആദ്യം ഒരു ക്രിമിനൽ കേസ് പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുക്കുക, കോടതി കൊടുക്കണം. തിരുവനന്തപുരം കോടതിയിൽ മതി. ഈ പറഞ്ഞ ഡോക്യുമെന്റ് ഒക്കെ ഉണ്ടാക്കാൻ സമയം എടുക്കുമല്ലോ, അതിന് സമയമിട്. തൽക്കാലം പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുത്താട്ടെ. അതുപോലെ ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ അദ്ദേഹത്തെ പോയി കണ്ട് കാര്യങ്ങൾ പറയണം. അദ്ദേഹം അറിഞ്ഞിട്ടില്ല, ഈ പറയുന്ന പോലെ നമ്മൾ അറിഞ്ഞു കാണത്തില്ല. നീതിപൂർവമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. പേര് പറഞ്ഞാണ് അതെ, കമ്മീഷൻ ഓഫീസിൽ നിങ്ങൾ അറിഞ്ഞില്ല, ആരാ വിളിച്ചതെന്ന് അറിഞ്ഞില്ല. വെറുതെ ഒരാളുടെ പേര് നമ്മൾ അലിഗേഷൻ അങ്ങനെ വെക്കാൻ പാടില്ല, അത് തെറ്റാണ്. അല്ല, അങ്ങനെ ഈ ഒരു പ്രോഗ്രാമിൽ കൂടെ നമ്മൾ ഗണേശനോട് നേരിട്ട് തന്നെ അതൊരു റിക്വസ്റ്റ് ആയിട്ട് വെക്കാം. ഇപ്പോൾ തിരുവനന്തപുരം സ്വദേശികളായ അനിൽകുമാറും രേഖയും അവര് വഞ്ചിക്കപ്പെട്ട കഥയും പറഞ്ഞാണ് ഇവിടെ വന്നത്. നിങ്ങളിതെല്ലാം കേട്ട് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ സഹോദരനായ വേണു, അദ്ദേഹവും ഇതിൽ അറിഞ്ഞോ അറിയാതെയോ ഇടപെട്ട് അദ്ദേഹവും കുറേ കാര്യങ്ങൾ, ഇത്തരം ഇടപാടുകളെ കുറിച്ചൊക്കെ നടത്തി അറിയാവുന്ന ആളായിട്ട് പോലും പറ്റിക്കപ്പെട്ടു എന്ന് തന്നെയാണ് പറയുന്നത്. മാത്രമല്ല, ഇതിൽ പ്രധാനമായ ഒരു കാര്യം, MLA ശ്രീ ഗണേഷ് കുമാർ, അദ്ദേഹം എൻ്റെ സ്വന്തം സഹോദരനെ പോലെയാണ്, കുടുംബാംഗത്തെ പോലെയാണ്. വളരെ നീതിപൂർവ്വം ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ പേഴ്സണലായിട്ട് ഇടപെട്ട്, മറ്റാരെയും അറിയിക്കാതെ പേഴ്സണലായിട്ട് ഇടപെട്ട് ഒത്തിരി കാര്യങ്ങൾക്ക് നല്ലൊരു മാർഗ്ഗം അല്ലെങ്കിൽ തീരുമാനം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ആളാണ്. എനിക്കറിയാം, വർഷങ്ങളായിട്ട് അറിയാം. ഒരിക്കലും ഇങ്ങനൊരു നീതികേടുള്ള ഒരു കാര്യത്തിന് അദ്ദേഹം ഇടപെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മാത്രമല്ല, പേഴ്സണലായിട്ട് ഞാൻ ഗണേഷ് ചേട്ടനോട് പറയുകയാണ്, ചേട്ടൻ്റെ പേര് ഇങ്ങനെ ഒരു വേദിയിൽ ലക്ഷോപലക്ഷം ജനങ്ങൾ കാണുന്ന ഒരു വേദിയിൽ ഇത് വന്നാൽ എന്തുമാത്രം അതിനൊരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാവുമെന്ന് ചേട്ടനറിയാം. തീർച്ചയായിട്ടും ചേട്ടൻ ഇടപെടണം ഇതിനകത്ത്. എന്താണ് ഇതിൻ്റെ എന്നുള്ള വസ്തുത മനസ്സിലാക്കി വേണ്ട കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും കാണാൻ ജീവിതം സാക്ഷിയിലൂടെ. നമസ്കാരം.